കെ.പി.സി.സി ആസ്ഥാനത്തെ ഉപജാപക സംഘം അഴിമതിയും സാമ്പത്തിക ആരോപണത്തിലും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി.യു. രാധാകൃഷ്ണനെ പദവിയിൽ നിന്ന് മാറ്റി. എം. ലിജുവാണ് സംഘടനാ ചുമതലയുള്ള പുതിയ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി. കെ.പി.സി.സി ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഉപജാപക സംഘത്തിന് നേതൃത്വം നൽകി. പദവികൾക്കും വഴിവിട്ട ഇടപെടലുകൾക്കും പാരിതോഷികം സ്വീകരിച്ചു. ഫണ്ട് തിരിമറി തുടങ്ങിയവയാണ് ടി.യു. രാധാകൃഷ്ണനെതിരെ ഉയർന്ന പരാതികൾ. കെ.പി.സി.സി ട്രഷററായിരുന്ന പ്രതാപചന്ദ്രന്റെ മരണത്തെ തുടർന്നുണ്ടായ പരാതിയും പിന്നീടുണ്ടായ വിവാദങ്ങൾക്കും പിന്നിൽ രാധാകൃഷ്ണനാണെന്ന് പാർട്ടി നിയോഗിച്ച ആഭ്യന്തര കമ്മിറ്റിയും കണ്ടെത്തിയിരുന്നു. ഒരു വനിതാ നേതാവിന് കെ.പി.സി.സി ഫണ്ടിൽ നിന്ന് വഴിവിട്ട സഹായം നൽകിയ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്നുള്ള തർക്കമാണ് മറുവിഭാഗത്തിനെതിരെ വ്യാജ പരാതി തയ്യാറാക്കാൻ കാരണമെന്നാണ് ആരോപണമുള്ളത്. പ്രതാപന്റെ മരണം വിവാദമായതോടെ CUC കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന പ്രമോദ് കോട്ടപ്പള്ളിയെയും രമേശ് കാവിലിനെയും പദവിയിൽ നിന്ന് മാറ്റിയിരുന്നു. ഇവരും ടി.യു. രാധാകൃഷ്ണൻ, വിനോദ് കൃഷ്ണ, R.V. രാജേഷ്, അജിത് കുമാർ എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ പാർട്ടി നടപടിയെടുത്തില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. കൂടാതെ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഭാരവാഹിയെ മാറ്റിയതിനെ തുടർന്നുള്ള തർക്കമാണ് രാധാകൃഷ്ണന്റെ സ്ഥാനം ധരിക്കാൻ അവസാന കാരണമെന്നാണ് വിവരം. എം. ലിജുവാണ് സംഘടനാ ചുമതലയുള്ള പുതിയ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി. കെ. സുധാകരന്റെ നോമിനിയായാണ് ലിജു പദവിയിലെത്തിയത്. ലിജുവിനെ പദവിയിലെത്തിക്കാൻ വേണ്ടി സുധാകരൻ നടത്തിയ സമ്മർദ്ദം അംഗീകരിച്ചതിൽ മറുവിഭാഗം നേതാക്കളും പ്രതിഷേധത്തിലാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.